ഹലോ ഗൈസ്, പഞ്ചാഗ്നിയിൽ ഒടുവിൽ കല്യാണം മുടങ്ങുന്ന ദൃശ്യങ്ങൾ. അതേ കൂട്ടുകാരെ, താലി ഇപ്പൊ കെട്ടും എന്നും പറഞ്ഞ് നിന്ന് കാണിച്ചപ്പോഴേ നമുക്ക് പ്രേക്ഷകർക്ക് അറിയാമായിരുന്നു ഇത് ഇപ്രാവശ്യവും മുടങ്ങിപ്പോകും എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലൊക്കെ ഇങ്ങനെ നിന്ന് നമ്മുടെ കൃഷ്ണേട്ടൻ, നമ്മുടെ അച്ഛൻ, നമ്മുടെ അബിക്ക് താലിയൊക്കെ എടുത്ത് കൊടുത്ത് ഇതെന്റെ ഒരു ആഗ്രഹമാണ് മോനെ, എൻ്റെ ഒരു സ്വപ്നമാണ് മോനെ എന്നൊക്കെ പറഞ്ഞ് അബിനെ കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ താലിയൊക്കെ കയ്യിലേക്ക് പിടിപ്പിച്ച് നമ്മുടെ വിവേകും അബിയും ഇങ്ങനെ താലി കെട്ടാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഏറ്റവും അവസാന മുഹൂർത്തത്തിന്റെ ആ ഒരു മേളവും ഒക്കെ വന്ന് ഇവര് താലി കെട്ടാൻ ഇങ്ങനെ പോകുമ്പോ തന്നെ നമ്മുടെ കലാവധി വരുന്നുണ്ട്. നിർത്ത്, താലി കെട്ടരുത് എന്നും പറഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ അബിക്ക് ദേഷ്യം കയറി അബി നമ്മുടെ കലാവധിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനീ കല്യാണം മുടങ്ങുന്നു, നിങ്ങൾ മനഃപൂർവ്വം കല്യാണം മുടക്കാൻ വേണ്ടി വന്നതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കലാവധി പറയുന്നുണ്ട്, എടാ നിന്റെ അമ്മയ്ക്ക് ഇച്ചിരി വായ്ക്കരി ഇട്ടിട്ട് പോരെ ഈ കല്യാണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അബിയാകെ ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുവാട്ടോ. അമ്മയ്ക്ക് എന്ത് പറ്റി എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മുടെ കലാവധി പറയുന്നുണ്ട്, എടാ നിന്റെ അമ്മ മരിച്ചു, നിന്റെ അമ്മയുടെ ശവത്തിൽ കയറി നിന്നിട്ടാണോ നീ അവക്ക് താലി കെട്ടാൻ പോകുന്നേ എന്നൊക്കെ പച്ചയ്ക്ക് ഇങ്ങനെ വിളിച്ചു പറയുവാട്ടോ. അപ്പൊ നമ്മുടെ അബിയുടെ ഹൃദയം അങ്ങോട്ട് നുറുങ്ങി വേദന കൊണ്ട് ഇങ്ങനെ വല്ലാതാവുകയാണ്. അപ്പൊ നമ്മുടെ കലാവധി പറയുന്നുണ്ട്, എന്നാ ചെല്ലടാ നീ താലി കെട്ട് കഴിഞ്ഞ് ചെല്ല്, എന്നിട്ട് നിന്റെ അമ്മയുടെ താടിയും പെരുവിരലൊക്കെ കൂട്ടിക്കെട്ടി വെക്ക്, അത് കഴിഞ്ഞ് മതിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കലാവധി ഇങ്ങനെ പറയുക. അപ്പൊ നമ്മുടെ അച്ചു പറയുന്നുണ്ട്, ഇല്ല എന്റെ അമ്മയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഇവര് വെറുതെ പറയുക ഏട്ടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ കലാവധി പറയുന്നുണ്ട്, എങ്കിലും നീ നിന്റെ അച്ഛനോട് ചോദിച്ചു നോക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കൃഷ്ണേട്ടൻ ആകെ ഇങ്ങനെ പരിങ്ങി നിൽക്കുന്ന ഒരു രംഗത്തിലാട്ടോ കൂട്ടുകാരെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ആകെപ്പാടെ കൃഷ്ണേട്ടന് മാത്രം അറിയാം നമ്മുടെ അഭിയുടെ അമ്മ ജീവിച്ചിരിപ്പില്ല, ഭാരതി ജീവിച്ചിരിപ്പില്ല എന്നുള്ളൊരു കാര്യം. അപ്പൊ ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്? അച്ഛൻ വീണ്ടും മകന്റെ ഉറ്റശത്രുവായി മാറുന്ന നിമിഷങ്ങളായിരിക്കും. സ്വന്തം അമ്മയുടെ മരണവാർത്തയല്ലേ മകനിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ എന്തായാലും ഒന്നടങ്കം നമ്മുടെ ചന്ദ്രനും അമൃതയും എല്ലാവരും നമ്മുടെ കൃഷ്ണേട്ടന് എതിരായിട്ട് വരുന്ന ഒരു നിമിഷങ്ങളായിരിക്കോട്ടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഈ കല്യാണം മുടങ്ങിയാൽ അമൃത ഇനി കല്യാണത്തിനേ ഇല്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ അഭിയുടെയും എന്താ പറയാ അമൃതയുടെയും കല്യാണം ഇനി എപ്പോഴായിരിക്കും നമുക്ക് പ്രേക്ഷകർക്ക് കാണുവാൻ സാധിക്കുക അല്ലെ? എന്തായാലും നോക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.